അഡീനിയം ചെടികൾ ഡിസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന ചെടിയാണ്. മരുഭൂമിയിലെ കാലാവസ്ഥയാണ് നമ്മുടെ അഡീനിയം ചെടികൾക്ക് വേണ്ടത്. ഇപ്പം നല്ല മഴക്കാലമായല്ലോ, അപ്പം മഴക്കാലമാകുമ്പോൾ ചെടി ചീഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. ഈ മഴക്കാലത്ത് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അഡീനിയം ചെടികൾ ഷെയ്ഡ് വെക്കണം, അതുപോലെ തന്നെ വെയിലും കൊള്ളണം, അതുപോലെ തന്നെ മഴ ഒഴിവാക്കും വേണം. മഴ ഒഴിവാക്കണം എന്നില്ല, വെള്ളം വാർന്നു പോയാൽ മതി. ആ രീതിയിലാണ് ഞാനിപ്പോൾ ചെടിച്ചട്ടി സെറ്റ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ നിറഞ്ഞ പൂക്കളുണ്ടാവും, ഗാർഡനിൽ നല്ല ഭംഗി ഉണ്ടാവും. അഡീനിയത്തിൽ പുഴുക്കേടുകൾ വരും, തണലത്ത് വെച്ച് കഴിഞ്ഞാൽ കാറ്റർപില്ലർ വന്നിട്ട് ഇലയൊക്കെ കടിച്ച് കളയണതാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നല്ല ബുഷ് പോലെ ചെടി ഉണ്ടാവാൻ വേണ്ടി ഈ രീതിയിൽ ചെടിച്ചട്ടി സെറ്റ് ചെയ്താൽ മതി. നമ്മുടെ വൈറ്റ് അഡീനിയം ചെടിയാണിത്. അപ്പം നമ്മുടെ കേരളത്തിൽ നല്ല മഴക്കാലമായി. അപ്പം മഴക്കാലത്തും നമ്മൾ അഡീനിയം ചെടികൾ ഇങ്ങനെ മാറ്റി വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അതൊക്കെ വലിയ കോഡക്സാണ്. അപ്പോൾ അതൊക്കെ മഴക്കാലത്ത് തണലത്ത് വെക്കാനും അതുപോലെ പുറത്ത് വെയിലത്ത് വെക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെടിച്ചട്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മഴക്കാലത്തും ധൈര്യമായിട്ട് നമുക്ക് അഡീനിയം ചെടികൾ പുറത്ത് വയ്ക്കാം. ഒരു കംപ്ലൈൻറ്റും വരില്ല, ചെടി നല്ല ഉഷാറായിട്ട് നിൽക്കും. അതുപോലെ തന്നെ കോഡക്സിനോ അതുപോലെ പൂക്കളിനോ ഇലകൾക്കോ ഒന്നും ഒരു കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് ഉഷാറായിട്ട് നിൽക്കും. നല്ല ശക്തിയിൽ മഴ പെയ്യുമ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും, പിന്നാലെ തന്നെ മുട്ടും, അതുപോലെ ഇലകളൊക്കെ നല്ല ശക്തിയിലുണ്ടാവും. പിന്നെ അതുപോലെ പുഴുക്കളുടെ ശല്യമൊന്നും ഇല്ലാണ്ട് നമുക്ക് മഴക്കാലത്തും എങ്ങനെ ചെടിച്ചട്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് വെക്കാന്നുള്ളൊരു വീഡിയോ ആണ് ഇതിൽ ചെയ്യണത്. ഈ ഒരു മെറ്റൽ വെച്ച് നമ്മൾ ചെടിച്ചട്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നമുക്ക് അഡീനിയത്തിൻ്റെ ചെടിച്ചട്ടികൾ മഴയത്തും പുറത്ത് വയ്ക്കാം. വെള്ളമൊക്കെ ഈസി ആയിട്ട് വാർന്നു പോകും. പിന്നെ ഇപ്പം മഴ എന്ന് വെച്ചാൽ മഴ കഴിഞ്ഞാൽ നല്ല വെയിലുണ്ട്. അപ്പോൾ ആ ഒരു കാലാവസ്ഥയിൽ പൂക്കളും നിറച്ചുണ്ടാവും. അപ്പോൾ അഡീനിയം ചെടികൾ എങ്ങനെ മഴക്കാലത്തും വെക്കാന്നുള്ള രീതിയിൽ നമ്മൾ ചെടിച്ചട്ടി സെറ്റ് ചെയ്യണം. അപ്പോൾ ചെടിച്ചട്ടിയിൽ നല്ല ഹോൾസ് ഇടണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നല്ലോണം ഹോൾസ് ഇടണം, എന്നാലാണ് വെള്ളം നല്ലോണം ഡ്രെയിനേജ് കിട്ടുള്ളൂ. ഹോൾസൊക്കെ വലുതാക്കി ഇടണം. കണ്ടോ, അതുപോലെ 3 ചട്ടിയാണ് ഞാൻ എടുത്തുള്ളത്. നല്ലോണം ഹോൾസ് ഇട്ടുണ്ട്. ഇനി നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാം. അതിന് വേണ്ടി നമ്മൾ പാറപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അതിനെടുത്തുള്ളത്. അതെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അഡീനിയം ചെടികൾക്ക് നല്ല വളർച്ച കിട്ടും. അതെ, ഈ ഒരു പാറപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ മണ്ണ്, സാധാരണ ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ കല്ലുകൾ ഉണ്ടായാൽ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അതെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തുള്ളത് നമ്മൾ പെർലൈറ്റ് എടുക്കണം. അതാണ് പെർലൈറ്റ്. അത് നല്ല വെള്ളം വാർന്നു പോകാൻ ബെസ്റ്റാണ്. അത് നമ്മൾ കുറച്ച് ചേർക്കണം. പെർലൈറ്റ്, പാറപ്പൊടി, മണ്ണിൽ. ഇനി നമ്മൾ ചേർക്കേണ്ടത് വെർമി കമ്പോസ്റ്റ്. ഇത് വെർമി കമ്പോസ്റ്റാണ്. നമ്മൾ ഇപ്പം മഴക്കാലമായ കാരണം പ്രത്യേകിച്ച് അധികം വളമൊന്നും ചേർക്കണില്ല. വെർമി കമ്പോസ്റ്റ് ചേർത്താൽ ചെടിക്ക് നല്ല വളർച്ച കിട്ടും. അത് മിക്സ് ചെയ്തിട്ടുണ്ട്. വേര് ചീഞ്ഞ് പോകാതിരിക്കാൻ നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് സാഫ്. അതൊരു സ്പൂണോളം ചേർക്കണം. ഇത് വേപ്പിൻ പിണ്ണാക്കാണ്, വേര് ചീയൽ ഒഴിവാക്കാൻ വേണ്ടി ചേർക്കുന്നത്. അതും കുറച്ച് ചേർക്കുന്നുണ്ട്. ഇത് എല്ലുപൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ചെടിയുടെ വളർച്ചയ്ക്കും പൂക്കളിടാനൊക്കെ ഇത് നല്ലതാണ്. അപ്പം നമ്മൾ കെമിക്കലായിട്ടുള്ള വളമൊന്നും ചേർത്തിട്ടില്ല, അത് ഇതുപോലെ ഈ വളങ്ങൾ ചേർത്തിട്ടുള്ളൂ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ചെടിച്ചട്ടി സെറ്റ് ചെയ്യാം. നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് ഓട്ടും കഷ്ണങ്ങൾ, അത് ചെടിച്ചട്ടി പൊട്ടിയത് ആ കഷ്ണങ്ങൾ ഇടാം. അതിന് ശേഷം നമുക്ക് മെറ്റലുണ്ടല്ലോ, മെറ്റലാണ് ഏറ്റവും നല്ലത്. വെള്ളം വാർന്നു പോകാനൊക്കെ ആയിട്ടുള്ളത് മെറ്റൽ ഇതിലേക്ക് ഇടണം. ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ ചെടിച്ചട്ടി സെറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത മണ്ണും കൂടി ചേർക്കാം. അപ്പം വെള്ളം നല്ലോണം വാർന്നു പോകണം. അപ്പം മഴക്കാലത്ത് അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം മെറ്റലിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വെള്ളം വാർന്നു പോകും. അപ്പം നമുക്ക് ചെടിയിൽ പൂക്കളുണ്ടാവും, അതുപോലെ തന്നെ ചെടി ചീഞ്ഞു പോകാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഓക്കെ ഉണ്ട്. ഇനി നമുക്ക് ഒരു ചെടി എടുക്കാം. ഈ ഒരു ചെടീനെ റീപ്പോർട്ട് ചെയ്യുന്നത് കണ്ടത്. ഇത് പ്രൂണിങ് ഒന്നും ചെയ്തിട്ടില്ല. ഈ മഴക്കാലത്ത് പ്രൂണിങ് ഒഴിവാക്കണം. പ്രൂണിങ് ഒഴിവാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. നമ്മൾ സീഡ് നട്ട് മുളച്ചതാണ്. അപ്പോൾ അതിൻ്റെ കോഡക്സ് ഒക്കെ കണ്ട നല്ല ഉരുണ്ടുരുണ്ട് വരുന്നുണ്ട്. മഴക്കാലം കഴിഞ്ഞിട്ട് നമുക്കിത് പ്രൂണിങ് ചെയ്യാം. ഇതിപ്പോൾ ചെടിയിൽ മുട്ടൊക്കെ ഇട്ടുണ്ട്. പ്രൂണിങ് നമുക്ക് മഴ സമയത്ത് ഒരിക്കലും പ്രൂൺ ചെയ്യാൻ പാടില്ല. ഈ ചെടി ഇതുപോലെ നമുക്കിതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാം.
അധികം നനയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. പുറത്ത് ഈർപ്പുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ ചെടി നല്ലോണം വെള്ളം വലിച്ചെടുത്തോളും. അപ്പോൾ ഇതുപോലെയാണ് ചെടിയുടെ കോഡക്സ്. മാറ്റി നടാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ വെച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നടാം. അപ്പോഴാണൊന്ന് ഉറച്ച് നിൽക്കുക. ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്യിക്കാം. ആദ്യം നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് കാണാം ഇതേപോലെ വെള്ളം പെട്ടെന്ന് വാർന്നു പോയാൽ മതി ചെടി. പിന്നെ വെള്ളം കെട്ടി നിന്നിട്ടുള്ള കംപ്ലൈൻറ്റുകൾ വരില്ല. ചെടി ഒന്ന് ഇങ്ങനെ ഉറപ്പിച്ച് വെക്കുക. അത്രയേ വേണ്ടൂ. അതായത് കോഡക്സ് പുറത്താവുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. ഇനി കുറച്ച് മണ്ണും കൂടി ഇടാം. നല്ലത് ഉറച്ച് നിൽക്കും. കുറച്ച് മണ്ണും കൂടി ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ഈ രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡീനിയം ചെടികൾ നമുക്ക് ധൈര്യമായിട്ട് പുറത്ത് വയ്ക്കാം. വെള്ളമൊക്കെ വാർന്നു പോയി നല്ല കോഡക്സൊക്കെ പെട്ടെന്ന് വലുതാവും ചെയ്യും. നല്ല ഹെൽത്തി ആവും. പിന്നെ മഴ പെയ്യാത്ത സീസണിൽ ഇഷ്ടം പോലെ പൂക്കളുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അഡീനിയം ചെടികൾ വേറൊരു രീതിയുള്ളത് മഴക്കാലത്ത് കേടുവരാതിരിക്കുക. നമ്മൾ ഇതുപോലെ ഹൈറ്റ് ഉള്ളത് ഗ്രില്ലിൻ്റെയോ അതുപോലെ ഇതിപ്പോൾ മരത്തിൻ്റെ പട്ടികയാണ് അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഗ്രില്ലുകൊണ്ട് ഇങ്ങനെ ഒരു ഹൈറ്റ് കൂടിയ തട്ട് പോലെ മണ്ണിൽ നിന്ന് ഉയർന്നു നിൽക്കണം. അല്ലെങ്കിൽ 2 ഇഷ്ടിക വെച്ചിട്ട് പൊക്കി നിർത്തിയാലും മതി. ഇതാണ് ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് അങ്ങനെ നമ്മുടെ ചെടിച്ചട്ടികളൊക്കെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിൽക്കും. ചെടി മഴ കൊണ്ടാലും കുഴപ്പമില്ല. മഴ കൊള്ളാത്ത സമയത്ത് പൂക്കളും ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. പുഴുക്കേടൊന്നുമില്ല. സാധാരണ എനിക്ക് തണലത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പുഴുക്കൾ വന്നിട്ട് ഇലകളൊക്കെ ഇങ്ങനെ കരണ്ട് തിന്നും. കാറ്റർപില്ലർ അതൊന്നും ഇല്ലാണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. അപ്പം ഇങ്ങനെ ഒരു ഗ്രില്ലും കൂടി സപ്പോർട്ടിന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റാണ്. നല്ല വെയിലും കിട്ടും, വെള്ളം വാർന്നു പോവും. നമുക്കിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. മഴക്കാലത്ത് നന ഒഴിവാക്കാം. പിന്നെ അതുപോലെ ഡ്രൈ ആയി 3-4 ദിവസം മഴ പെയ്തില്ലെങ്കിൽ മാത്രം നമ്മൾ മണ്ണ് നോക്കിയിട്ട് വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ പാറപ്പൊടി ഉപയോഗിച്ച കാരണം ചെടികൾക്ക് സൂക്ഷ്മ മൂലകങ്ങൾ നല്ലോണം കിട്ടും. പിന്നെ പാറപ്പൊടി ഉപയോഗിച്ച കാരണം വേരുകൾക്ക് നല്ല വളർച്ച കിട്ടും. മൊത്തത്തിൽ ചെടിക്ക് നല്ല കരുത്തും കിട്ടും, നല്ല പ്രതിരോധ ശേഷിയും കിട്ടും. ഇത് സിംഗിൾ പെറ്റൽ വൈറ്റ് അഡീനിയം പ്ലാന്റാണ്. ഇത് വൈറ്റ് അഡീനിയം പ്ലാന്റിൻ്റെ 2 വിത്താണ് നിൽക്കുന്നത്. ഇതിൽ ഇഷ്ടം പോലെ പൂക്കളുണ്ടാവുകയും ചെയ്യും.